ഓക്കെ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്യാമേ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഗുഡ് ഈവനിങ്. കുട്ടി എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ വെറുതെ ഇങ്ങനെ ഡാൻസ് പഠിക്കാൻ പോയതാ. ഞാൻ കുറെ ദിവസമായി കാണുന്നുണ്ട്. നിനക്ക് ഡാൻസ് പഠിത്തം കുറച്ച് കൂടുന്നു. ആരാ മോട്ടോർ സൈക്കിളുകാരൻ? ആഹാ, നിലത്ത് വട്ടം വരയ്ക്കുന്നു. അഹങ്കാരി. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? അറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അറിവില്ലായ്മ കൊണ്ടും ചോരത്തിളപ്പ് കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി. എല്ലാം ക്ഷമിക്കുന്നവനായ ഞങ്ങളുടെ പിതാവേ, ചെയ്തുപോയ സമസ്താപരാധങ്ങളും എന്നോട് പൊറുക്കേണമേ. ഞങ്ങളോടല്ല, എന്നോട് പൊറുക്കേണമേ. എനിക്ക് വലിയ കൂസലൊന്നും ഇല്ലെന്ന് കണ്ടപ്പോ രാത്രി അവരെന്നെ പിന്നെയും പിടിച്ചു വരട്ടി. വീട്ടിലറിയിക്കുന്നു. ഞാൻ വരേണ്ടതുപോലെ അഭിനയിച്ചു. എന്റെ പൊന്ന് സിസ്റ്റർ, എന്നെ ചതിക്കില്ലേ, എന്റെ പഠിത്തം മുടങ്ങും, എന്റെ ഭാവി പോവും എന്നൊക്കെ പറഞ്ഞ കരച്ചിലെന്ന് പറഞ്ഞാൽ സാധാരണ കരച്ചിലല്ല, അടിച്ച് തകർത്തങ്ങ് കരഞ്ഞു. സിസ്റ്റർ ആകെ പേടിച്ചു പോയി. പിന്നെ എനിക്ക് കൽക്കണ്ടവും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചതിനെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിട്ട്. ചുമ്മാതല്ല കേട്ടാ. ആ പിന്നെ ഏയ് ഇതൊന്നും വേണ്ട കേട്ടോ. ക്ഷമിക്കണം, സാത്താന്റെ പരീക്ഷണത്തിൽ വീണുപോയി. മുട്ടുകുത്തിയേക്ക്. മുട്ടുകുത്തി നിൽക്കാൻ. ആ പറഞ്ഞോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അറിവില്ലായ്മ കൊണ്ടും ചോരത്തിളപ്പ് കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി. ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മതിയോ? മതി മതി, കുട്ടികളൊക്കെ നോക്കുന്നു. നാണക്കേട്. ഹായ്. എന്ത് വേണം? എനിക്കൊരു സ്ട്രോങ് കോഫി. നിനക്കോ? കഴിക്കാൻ എന്തുണ്ട്? വാഴയ്ക്കപ്പം, പരിപ്പോട, ഉഴുന്നോട, ഉണ്ടമ്പൊരു, തൈരോട, സുഖ്യൻ, അച്ചപ്പം, അരിയുണ്ട, കൊടലപ്പം, വെളുത്തലുവ, കറുത്തലുവ. എല്ലാം ഓരോന്നും കൊണ്ടുവാ. അല്ല, ഇതൊക്കെ ആർക്ക് തിന്നാനാ? എനിക്ക്. യോ വിശന്നിട്ട് വയ്യ. കൊടവേറി, നീ ഇപ്പോഴല്ലേ ഹോസ്റ്റലിൽ ഊണ് കഴിച്ചത്? ആരും കഴിച്ചു? ഞാനിന്നും കഴിച്ചില്ല. എന്നും ഒരേ കറി. കപ്പളങ്ങ തോരൻ, കപ്പളങ്ങ തീയല്, കപ്പളങ്ങ സാമ്പാർ. കഴിച്ചു മടുത്ത്. മേറ്റിനെ ഞങ്ങൾ വിളിക്കുന്നതിന് കപ്പളങ്ങ അമ്മയെന്നാ. നോക്കി മനസ്സിലായി. എനിക്കറിയാം. അപ്പോഴേ ആശാനിങ്ങനെ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന് പറഞ്ഞ് പ്രേമിച്ച് നടന്നാ മതിയോ? ഇനോഗ്രേഷൻ ഒന്നും നടത്തണ്ടേ? പിന്നെന്താ, നമുക്ക് തകർത്ത് കളയാം. പിന്നെ ഇയാള് തകർക്കാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. ഇനി എന്നാ? ഭൂമിയൊന്നും വേണ്ട, അടുത്ത മാസം, അതായത് ഡിസംബർ 7-ാം തീയതി. ഇന്നാണ് ഫിക്സ് ചെയ്തത്. ആരാണ് ഉദ്ഘാടനം എന്നറിയാമോ? രാജീവ് ഗാന്ധി ആയിരിക്കും. അല്ല, സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ ശ്രീ വിശ്വനാഥൻ. പിന്നെ ഇയാൾ എന്ന് വിളിക്കുമ്പോ വരാനിരിക്കല്ലേ വിശ്വനാഥൻ? അങ്ങേര് പറന്നു വരും. ഹരിയുടെ ക്ലോസ് ഫ്രണ്ടാ വിശ്വനാഥൻ. വേറെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. ലതികയുടെ പാട്ട്, കൃഷ്ണകുമാറിന്റെ മിമിക്രി, നാരായണൻ പോറ്റിയുടെ ക്ലാസിക്കൽ മ്യൂസിക്, സർവോപരി മിസ് ശ്യാമയുടെ ഭരതനാട്യം. എന്റെ ഡാൻസും. എന്താ ഇതൊക്കെ പോരെ? എന്തിനാ അവരുടെ അടുത്തൊക്കെ പുളു പിടിക്കാൻ പോയി? പുളു? എന്ത് പുളു? ഡാൻസിന്റെ അരങ്ങേറ്റം നടത്താൻ കാശെത്ര വേണമെന്നാ വിചാരം? ഉണ്ടാക്കാം. ഉണ്ടാക്കും. ഹരിയേട്ടൻ വിളിച്ചാലുടനെ വിശ്വനാഥനിങ്ങ് വരുമല്ലോ. വരുത്തിത്തരാം. വരുത്തും. വെറുതെ ബാക്കിയുള്ളവരെ കൂടി നാണം കെടുത്താൻ. ഞാൻ പറയാനാ. അച്ഛൻ അറിഞ്ഞ രണ്ടിനെ അരിഞ്ഞുകളെ തന്നെയല്ല, ഈ കൂത്തിനൊന്നും തരാൻ എന്റെ ഒട്ട് പൈസ ഇല്ല. അമ്മ ഒരുമാതിരി കലാബോധമില്ല സംസാരിക്കുന്നത്. അല്ലമ്മേ, ഈ നാട്യകലയുടെ അപൂർവമായ സീമകളിലേക്ക് അമ്മയുടെ മകൾ ഇങ്ങനെ പറന്നുയരുന്നത് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? അയ്യടി മോളെ, ഈ കൊച്ചിന് എന്ത് പറ്റി? ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അമ്മേ അത് നീയും അവന് കൂട്ടു നിൽക്കുകയാണല്ലേ? എന്റെ പൊന്നമ്മേ, ഞാൻ 100 വട്ടം പറഞ്ഞതാ വേണ്ടെന്ന്. പിന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ, ആദ്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോ
എങ്ങനെ വയ്യെന്നങ്ങ് തീർത്ത് പറയാ. എനിക്കിതിൽ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ഏതായാലും ചോദിച്ചു പോയില്ലമ്മേ. ഉണ്ടെങ്കിൽ ഒരു 100-500 രൂപ ഓട്. ശല്യം ഒഴിയട്ടെ. നീ പൊടിയെടുത്ത് അവിടെ ഒരു വക്കാലത്ത് കണ്ടില്ലേ? അപ്പൊ അമ്മ പൈസ തരില്ലല്ലേ? ഇല്ല. എന്നാ വേണ്ട. ഈ വീട്ടിൽ കലാബോധമുള്ള വേറെ ആണുങ്ങളുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മേ ഐ കമിൻ? No, ചന്ദ്രേട്ടാ ഞാനാ. മേ ഐ കമിൻ? I already told you no. രാവിലെ ചുമ്മാ തമാശ കളിക്കുവാന്ന്. ഈ അമ്മ ഒരു ഭയങ്കര സാധനം തന്നെ അല്ലേ? ഞാനൊരു 1000 രൂപ വെച്ചിട്ട് തന്നില്ല. ചന്ദ്രേട്ടനെയൊക്കെ സമ്മതിക്കണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു? ഡാ മതി. നാണം ഉണ്ടോടാ നിനക്ക്? കെട്ടാൻ പോണ പെണ്ണിനെ വേഷം കെട്ടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി തുള്ളിക്കാൻ അതിന് 1000 രൂപ വേണം അത്രേ. കാലണ ഞാൻ തരത്തില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. പോ. അല്ല ഞാൻ എടാ നിന്നോടാ പറഞ്ഞ പോകാൻ. then make it 500. ഏതായാലും സ്ത്രീധനവും തരാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ആഹാ. എന്റെ മോന് ശ്രീധരൻ വേണം അല്ലേ? എന്ത് തരാമല്ലോ. എന്താ? വാടാ. വേണ്ട. മേടിച്ചോണ്ട് പോടാ. എടാ ഇവിടെ വാ. ഹരിക്ക് പിന്നെ അതൊരു വാശി പോലെയായി. എങ്ങനെയെങ്കിലും പ്രോഗ്രാം നടത്തുമെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് പോന്നത്. അന്ന് സാറിനെ ക്ഷണിക്കാൻ ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടിൽ വന്നത്. റിയലി? ശ്യാമ ഉണ്ടായിരുന്നു? സാറന്ന് ഭയങ്കര ബിസിയായിരുന്നു. പാവം സാറിന്റെ ഭാര്യ. അവരന്ന് ഞങ്ങളോട് ഒത്തിരി സ്നേഹമായിട്ടാ പെരുമാറിയത്. ഹരിയെന്ന് ചേച്ചി കുറെ മണിയടിച്ചു നോക്കി. എന്റെ പൊന്നി ചേച്ചി, എന്റെ മാനം പോവും. നാളെ ആ ഫംഗ്ഷൻ. വിശ്വാസ സാർ വരുന്നെന്ന് അറിഞ്ഞപ്പോ മുതല് പിള്ളേരെല്ലാം ആ കൂടെ ത്രിൽഡ് ആയിട്ടിരിക്കാണ് ഇല്ലേ? സാറിന്റെ പേര് വെച്ച് നോട്ടീസും വാൾ പോസ്റ്ററും എല്ലാം അടിച്ചു. അതൊക്കെ പോട്ട്. ഞാനും സാറും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് ഇവ ഒരു ഗുണ്ടും പൊട്ടിച്ചു. അതല്ലേ? ആള് മിടിക്കുകയാണല്ലോ. ശ്യാമയും ഹരിയും തമ്മിൽ അത് കല്യാണത്തിന് ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് വിളിക്കും. ചേച്ചി സാറിനെ കൂട്ടി വരണം. അത് ശരി. അപ്പൊ ചേച്ചി ഉദ്ഘാടനം? വിശ്വേട്ടൻ ഉദ്ഘാടനത്തിന് വരുന്ന ഒരു സംശയം. നാളെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാം. സാറകത്തില്ലേ? ഉണ്ട്. പ്രൊഡ്യൂസറുമായി ഡിസ്കഷനില്ല. ഇപ്പൊ വരും. ചേച്ചി എങ്ങനെയും ഒന്ന് മണി അടിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഷൂട്ടിംഗ് ഒന്ന് മാറ്റി വെക്കാൻ പറ. ഞാൻ പറഞ്ഞു നോക്കാം. ദാ വരുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തീർക്കുമല്ലോ. താൻ പേടിക്കാതോ. ഞാൻ സ്ഥലം ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. എന്താ? അത് മതി. വിശ്വേട്ടാ, ആ ലക്ഷ്മി, ഞാനൊന്ന് ലൊക്കേഷൻ നോക്കാൻ പോവാണ്. ആരെങ്കിലും വിളിച്ചാലേ കുറച്ച് ഇരുട്ടിട്ട് വരുള്ളൂ പറയും. ഈ കുട്ടികൾ വിശ്വേട്ടനെ കാണാൻ വന്നതാ. എന്താ കാര്യം? അവരുടെ കോളേജിൽ നാളെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം. വിശ്വേട്ടൻ ചെല്ലണമെന്ന്. അവര് വിശ്വേട്ടന്റെ പേര് വെച്ച് നോട്ടീസും പോസ്റ്ററും ഒക്കെ അടിച്ചത്രേ. നീ എന്താ ഈ പറയുന്നത്? നാളെ ഷൂട്ടിംഗ് തുടങ്ങില്ലേ? നീ അവരെന്തെങ്കിലും പറഞ്ഞേക്ക്. ഞാൻ പോട്ടെ. ചേച്ചി, ഈ ഓട്ടോഗ്രാഫിൽ ഒന്ന് ഒപ്പിടിപ്പിച്ച. ഈ ഓട്ടോഗ്രാഫിൽ ഒന്ന് ഒപ്പിട്ട് കൊടുക്കൂ. കുറച്ച് തിരക്കുള്ളതുകൊണ്ടാ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇതാ. പിണക്കൊന്നും തോന്നരുത് കേട്ടോ ശ്യാമ. ഇല്ല, ഐ ലൈക്ക് യു. ചേച്ചിയുടെ ഈ നുണക്കുഴികൾ എനിക്ക് ഇഷ്ടമായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. ശരി, വരട്ടെ. ശരി. നീ എന്താടി പറഞ്ഞു? നുണക്കുഴിയോ? ഞാനൊന്നും കണ്ടില്ലല്ലോ. ഞാനും കണ്ടില്ല. പിന്നെ നീ ഞങ്ങൾ പറഞ്ഞു? ഞാൻ ചുമ്മാ ഒരു കാച്ചു കാച്ചിയതാ. സമ്മതിച്ചു വന്നിരിക്കുന്നു. അല്ലേ ആ പാട്ടുകാർ പെമ്പിളരൊക്കെ അവിടെ? അവിടെയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് റെഡിയാക്ക്. നമ്മുടെ തവല വീണൊക്കെ അവിടെ വരുന്നുണ്ട്. അവ നിൽക്കണം. ഇങ്ങോട്ട് വന്നേ, സമയമായി. വേണം ഉണ്ടാക്കാം. ഇപ്പൊ തുടങ്ങുമല്ലോ. പൂവാതെ ഇപ്പൊ തുടങ്ങുമല്ലോ. എന്റെ ഭഗവാനെ, അരങ്ങേറ്റ പറ്റി നടന്നാ മതി. നമുക്കൊന്ന് കൂടണ്ടേ? പിന്നെ നമുക്ക് തകർത്ത് കളയാം. മറ്റവനില്ലേ? കുപ്പിയാ ഒണ്ടടെ അടിച്ച് പിരുത്തുകളെ. ഈ ഫംഗ്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ ആ ചീഫ് ഗസ്റ്റിനെ നോക്ക്. ഞാൻ ആ റിഹേഴ്സൽ നോക്കിട്ട് വരാം. ആശാനെ മരിച്ചു പാടിക്കോണം. ഇവളുടെ ഡാൻസ് കണക്കാ. ആശാൻ പാട്ട് പാടി വേണം ഓഡിയൻസിനെ വരട്ടാൻ. അളിയാ ഒന്ന് പതുക്കെ പിടി. കൊള്ളാം, നന്നായിരിക്കുന്നു. ആ, ഇനി വന്നേ. എന്താ
ഇതൊക്കെ വാങ്ങാൻ കാശ് എവിടെ നിന്ന് കിട്ടി? മാല വിറ്റോ? വിറ്റല്ലേ? അയ്യോ കുഞ്ഞെ, നേരം പോവും. ബാക്കിയൂടെ അങ്ങ് തീർക്കാം. ആ ചെല്ലു ചെല്ലു ചെല്ലു. ആ റെഡി? ഇടിമന്നെ ഒന്ന് പതുക്കെ ചാട്, ഇതെല്ലാം പൊട്ടിത്തെറിച്ച് പോയല്ലോ. അയ്യോടാ. ആ ഇനിയിപ്പോ ഇതൊക്കെ മതി. ആ പിടി അച്ഛനെ, ഞാനിപ്പോ വരാ. ഇപ്പൊ വരാം. ഹരിക്കുഞ്ഞെ, എന്താ അച്ഛനെ? ഇതൊരു ഐശ്വര്യക്കേടാണല്ലോ കുഞ്ഞെ. ഏത്? അരങ്ങേറ്റത്തിന് തൊട്ടു മുമ്പ് ചെലങ്ക പൊട്ടുക എന്ന് പറഞ്ഞാൽ അപശകുനമാണ്. നമുക്ക് ഈ അരങ്ങേറ്റം ഒന്ന് മാറ്റിവെച്ചാലോ? നല്ല ഇടപാടാ. എന്റെ മാനം പോകും ആശാനെ. ആ വിശ്വാനെ കൊണ്ടുവരാന്ന് പറഞ്ഞ അയാൾ വന്നില്ല. ഇനിയിപ്പോ ഇവിടെ ഡാൻസും കൂടി ഇല്ലെന്ന് പറഞ്ഞാ വേണ്ട, പൊട്ടിയ ചിലങ്ക വെച്ച് അങ്ങ് അരങ്ങേറിയാ മതി. വയ്യ കുഞ്ഞെ, ഞാനതിനെ കൂട്ടുനിക്കില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വേറൊരു ചിലങ്ക കൊണ്ടുവന്നാ. വേറെ ചിലങ്ക എന്നൊക്കെ പറഞ്ഞ ഞാനവിടെ പോവാനാ? ഇപ്പൊ തന്നെ സമയം 8:30 കഴിഞ്ഞു. കടയടച്ചാണ്. ഇത്തിരി വൈകി തുടങ്ങിയാലും കുഴപ്പമില്ല. പൊട്ടിയ ചിലങ്ക കൊണ്ട് അരങ്ങേറാൻ ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞൊരു കാര്യം ചെയ്യും, എന്റെ വീട്ടിൽ ഒരു ജോഡി ചിലങ്ക ഇരിപ്പുണ്ട്, അത് പോയി എടുത്തോണ്ട് വാ. ശരി, നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്തു. ഞാൻ പോയി ചിലങ്ക എടുത്തോണ്ട് വരാം. ശരി, ഓക്കെ? ഹരി, അല്പം വൈകിയാലും സാരമില്ല. അധികം സ്പീഡിൽ ബൈക്ക് ഓടിക്കരുത്. നീ വിഷമിക്കാരി, ഞാൻ ഇപ്പൊ ഇനി എത്തത്തില്ലേ. ആ ചെല്ലേ. അന്ന് രാത്രി ഹരിയുടെ ഡെഡ് ബോഡിയാണ് ഞാൻ കണ്ടത്. ആക്സിഡന്റ് ഉണ്ടായ ശേഷം 3 മണിക്കൂറിലധികം ആരും കാണാതെ ഹരി വഴി കിടന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോ പോലും ഹരിക്ക് ജീവനുണ്ടായിരുന്നു. അപകടം ഉണ്ടായപ്പോ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഹരി രക്ഷപ്പെടുമായിരുന്നു ഡോക്ടർമാരെല്ലാം പറഞ്ഞു. അതിനുള്ള സന്മനസ് പോലും ഹരിയെ അപകടപ്പെടുത്തിയ ആൾക്കുണ്ടായില്ല. ആരായിരുന്നു അയാൾ? അറിയില്ല. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യനാണ് എന്റെ ജീവിതം തകർത്തത്. അയാളാണ് ഇന്ന് എന്റെ ഏറ്റവും വലിയ ശത്രു. ശ്യാമേ, എന്നാണ് അപകടം ഉണ്ടായത്? 2 വർഷം മുമ്പ് 83 ഡിസംബർ 7-ാം തീയതി. എന്ത് പറ്റി?